ഹേയ് വെൽക്കം ബാക്ക് ടു ഫ്രസ്റ്റഡ് ഫാൻറ്റസി. അപ്പോൾ ഇന്ന് നമുക്ക് 4 കേക്കിൻ്റെ വിശേഷങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. അപ്പം ഫസ്റ്റ് വൺ ഇത് വരുന്നത് നമുക്ക് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നത് ദീപാവലി കസ്റ്റമറാണ്. പറയാത്തവർക്ക് വേണ്ടി ഒന്നുകൂടെ പറയാം, നമ്മൾ ഒരു ദീപാവലി ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതുവരെ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊന്നും അപ്ലോഡ് ചെയ്യാനുള്ള ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും പെട്ടെന്ന് തന്നെ ചെയ്യും. അപ്പം ആ ഒരു കസ്റ്റമർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, ദിവാലി ഓഫർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഒരു കസ്റ്റമർ ഓർഡർ ചെയ്തതാണ് ഈ ഒരു കേക്ക്. അവരുടെ ഷോപ്പ് വരുന്നത് നന്മണ്ട 13-ലാണ്. അവിടെ ഫസ്റ്റ് ഷോപ്പിൻ്റെ ആനിവേഴ്സറിക്ക് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തായിരുന്നു. ഫ്ലാറ്റ് ആക്കിയിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഫ്ലേവർ വരുന്നത് 1 kg വാഞ്ചോലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഡിസൈനും കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയെ പറയാം. അപ്പം ആദ്യം തന്നെ നമ്മൾ ക്രം കോട്ടൊക്കെ ചെയ്തു ഫിനിഷ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അപ്പം അങ്ങനെ ഓരോരോ കേക്കും എല്ലാ കേക്കും നമ്മൾ ക്രം കോട്ടൊക്കെ അടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ദെൻ 1 by 1 ആയിട്ട് നമ്മൾ ഫിനിഷ് ചെയ്ത് എടുക്കുകയാണ്. ഓക്കെ, അപ്പം ഇത്രയും കേക്കാണ് നമുക്കിന്ന് ചെയ്യാൻ ഉള്ള വർക്കുകൾ കേട്ടോ. അങ്ങനെ ഫിനിഷിംഗ് ഒക്കെ കഴിഞ്ഞു. ജസ്റ്റ് ടോപ്പിൽ കുറച്ച് ഡിസൈനൊക്കെ വെച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനും അറിഞ്ഞില്ല, ക്യാമറയും അറിഞ്ഞില്ല, അത് ഔട്ട് ഓഫ് ഫോക്കസ് ആയി പോയിട്ടുണ്ടായിരുന്നു. ഒന്നുമില്ല, ജസ്റ്റ് ലൈൻസും കാര്യങ്ങളൊക്കെ ഒന്ന് ടോപ്പിലൊന്ന് ജസ്റ്റ് വരച്ചു കൊടുത്തായിരുന്നു കേട്ടോ. അപ്പം അത്രയായിരുന്നു. പിന്നെയുള്ളൊരു കേക്ക് എന്ന് പറയുന്നത് ഓർഡർ വന്ന വഴി എന്ന് പറയുമ്പോൾ നമ്മളൊരു യോഗേൻ്റെ ഒരു തീം ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, ആ കേക്ക് കഴിച്ച് ആ ഒരു പരിപാടിയിൽ പങ്കെടുത്ത ഒരാൾ തന്ന ഓർഡറായിരുന്നു. പെട്ടെന്നുള്ള ഓർഡറായിരുന്നു ഇതും. അങ്ങനെ അവർ കേക്കും നമ്മൾ ക്രം കോട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചതാണ്. ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് സെറ്റാക്കി വെച്ചതാണ് കേട്ടോ. ഇത് ഫുള്ളും ഒരു വൈറ്റ് തീമിലാണ് കേക്ക് വരുന്നത്. അങ്ങനെ അതിൻ്റെ പണി നമ്മൾ നൈസായിട്ട് സെറ്റാക്കി മുകളിലൊരു വേവും കൊടുത്തു, സൈഡിലും അതേപോലെ തന്നെ ഒരു വേവും കൊടുത്ത് മാറ്റി വെച്ചു. പിന്നെയുള്ളത് അടുത്ത കേക്ക് വന്നിട്ടൊരു കുട്ടി കേക്കാണ്. പിന്നെ ഇത് ഫസ്റ്റ് ഓർഡറാണ് കേട്ടോ. ഈ ഒരു കസ്റ്റമർ നമുക്ക് മുന്നേ ഒരു കസ്റ്റമർ ഒരു ഓർഡർ തന്നിട്ടുണ്ടായിരുന്നു, ഒരു ഹാമ്പറിൻ്റെത്. അപ്പോൾ അവർ ഇത് കളക്ട് ചെയ്യാൻ വേണ്ടി ഒരാളെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം ആ ആൾ തന്നൊരു ഓർഡറായിരുന്നു. ആൾ തന്ന ഓർഡറായിരുന്നു. അപ്പോൾ അത് കേക്ക് വരുന്നത് ഒരു 250 ഗ്രാം വരുന്ന വൈറ്റ് ഫോറസ്റ്റ് ആണ് വരുന്നത് കേട്ടോ. ഇപ്പം നോർമൽ ഹൈറ്റിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സിമ്പിളായിട്ടുള്ളൊരു ക്യൂട്ട് അമ്പിൾ കേക്കാണ്. അങ്ങനെ അതും നമ്മൾ ഫിനിഷ് ചെയ്ത് മാറ്റി വെക്കുകയാണ്. പിന്നെയുള്ളൊരു കേക്ക് എന്ന് പറയുന്നത് ഒന്നും പ്ലാൻഡ് അല്ലാതെ വന്നൊരു കേക്കായിരുന്നു. ഒട്ടും പ്ലാൻഡ് അല്ല. ഒരു എൻഗേജ്മെൻറ്റ് അല്ലെ ഒരു വെഡ്ഡിങ് അല്ലെ ഒരു ബ്രൈഡ് ടു ബി ഒക്കെ കാര്യങ്ങളൊക്കെ വരുമ്പം നമ്മൾ അത്യാവശ്യം നല്ലപോലെ പ്ലാൻ ചെയ്യും. പക്ഷേ ഇതൊട്ടും പ്ലാൻ ചെയ്യാതെ പെട്ടെന്ന് വന്നൊരു ഓർഡറായിരുന്നു. അങ്ങനെ നമ്മുടെ അടുത്താണെങ്കിൽ ഡിസൈൻസും റെഫറൻസും കാര്യങ്ങളൊക്കെ അവർക്ക് അയച്ചു കൊടുത്തു. കുറേ കഴിഞ്ഞാണ് ഒരു ഇതിൽ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്തത്. അങ്ങനെ നമ്മളെ മാക്സിമം നമ്മൾ ചെയ്തിട്ടുണ്ട്. എനിക്ക് എല്ലാ കേക്കിനേക്കാളും കുറച്ചും കൂടി ഒരു ലൈക്കായത് ഈ ഒരു കേക്കായിരുന്നു കേട്ടോ. വൈറ്റിലാണ് എന്നുള്ളൊരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇതിലാണെങ്കിൽ തന്നെ അത്യാവശ്യം നൈസായിട്ടുള്ളൊരു ലുക്ക് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് വഴിയെ കാണാം. അങ്ങനെ നമ്മളൊരു ഡിസൈൻ സെറ്റാക്കി എടുത്തു. ക്രം കോട്ടൊക്കെ അടിച്ച് ഒരു ഡിസൈനിൽ ചെയ്തപ്പം അതെനിക്ക് വലിയ ലൈക്കായില്ല. അങ്ങനെ പിന്നെ പ്ലെയിൻ ആക്കിയിട്ടത് സെറ്റാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ പ്ലെയിൻ ആയിട്ട് തന്നെ കൊടുത്തു. പിന്നെ അത് നമ്മൾ ആദ്യം ചെയ്തത് ടോപ്പിലുള്ള കേക്കാണ് കേട്ടോ. ഇത് കേക്ക് വരുന്നത് 2 kg സ്പാനിഷ് ഡിലൈറ്റ് ആയിരുന്നേ. അപ്പം കേക്ക് വന്ന വഴി എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് നിന്ന് കസ്റ്റമർ ഒരു മോം ടു ബിക്ക് ഒരു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് ഫ്രണ്ട്സ് അങ്ങനെ ഓർഡർ ചെയ്തായിരുന്നു. അപ്പം ഈ മാം ടു ബി ഈ ഒരു ലേഡി ഉണ്ടല്ലോ, അവർ വഴി വന്നൊരു ഓർഡറായിരുന്നേ. അപ്പോൾ അവരൊരു കസിൻ്റെ എൻഗേജ്മെൻറ്റ് ഫങ്ഷന് വേണ്ടിയിട്ട് അങ്ങനെ ഓർഡർ ചെയ്തായിരുന്നു. അങ്ങനെ കേക്കിൻ്റെ വെയ്റ്റും കാര്യങ്ങളും പറഞ്ഞു. അപ്പം ഡിസൈൻസ് ഞാൻ നല്ലപോലെ ടെൻഷൻ അടിച്ചൊരു കേക്കായിരുന്നു. പക്ഷേ കസ്റ്റമർ ആണെങ്കിലും നല്ലപോലെ കംഫേർട്ടായിട്ടാണ് കേട്ടോ നമ്മളടുത്ത് ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ ആ ഡ്രസ് കോഡും പറഞ്ഞിട്ടുണ്ടായിരുന്നു, കളർ കാര്യങ്ങളൊക്കെ. പക്ഷേ പെട്ടെന്നായതുകൊണ്ട് കോമൺ ആയിട്ടുള്ള കളറായിരിക്കും, പക്ഷെ നമ്മൾ ചെന്ന് നോക്കുമ്പം ആ ഒരു കോമൺ ആയിട്ടുള്ള കളറ് ഷോപ്പിൽ അവൈലബിൾ ആവണമെന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു, ഈ ഒരു ടൈം പീരീഡ് ആയതുകൊണ്ട്
ചില സമയത്ത് എത്ര ടൈം പീരീഡ് കിട്ടിയാലും നമുക്ക് ആ ഒരു കളറ് കാര്യങ്ങൾ സെറ്റാക്കാൻ പറ്റണമെന്നില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു ഡിസൈന് സെറ്റാക്കിയെടുത്തു. ദെൻ കളറ് അവർ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ വൈറ്റിൽ തന്നെ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്കതൊരു ഉറപ്പുള്ളത് കൊണ്ട് പിന്നെ കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ 2 കേക്കും സ്റ്റേക്ക് ഓൺ ചെയ്തു. പിന്നെ അത് മുകളിലത്തെ ഭാഗം ഒന്ന് സെറ്റാക്കി എടുത്തു. പിന്നെ ഈ മുകളിലുള്ളൊരു ഇത് പ്ലെയിനായി കിടക്കുന്നത് കണ്ടപ്പം എനിക്ക് ചെറുതായിട്ട് സെറ്റായില്ല എന്നുള്ളത് തോന്നി. അങ്ങനെ നൈസായിട്ടൊരു വേവ് പോലെ ബ്രഷ് കൊണ്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടും ചെയ്ത് നമ്മൾ ഫ്രിഡ്ജിൽ കയറ്റി. പിന്നെയുള്ളത് നെക്സ്റ്റ് കേക്ക്. അത് വന്നിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമ്മൾ നെക്സ്റ്റ് ഡേ ആണിത് ഡെക്കറേഷനും കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പം ഇത് നമ്മൾ ഈ ആനിവേഴ്സറിക്ക് വേണ്ടിയിട്ട്, ഷോപ്പിലെ ആനിവേഴ്സറിക്ക് വേണ്ടിയിട്ടുള്ള കേക്കായിരുന്നേ. ഇത് നമ്മൾ ബോർഡർ അവരുടെ പോസ്റ്ററിൻ്റെ തീമിൽ വരുന്നൊരു കളർ സെറ്റാക്കിയിട്ട് ചെയ്തതാണ്. ബോർഡർ മാത്രം വരച്ചു കൊടുത്തു. പിന്നെയുള്ള നെക്സ്റ്റ് കേക്കിലും നമ്മൾ സെയിം, അവർ ഡിസൈനും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം ജസ്റ്റ് ക്രീം എന്തായാലും ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു വൈറ്റിലായത് കൊണ്ട് അത്യാവശ്യം കാണാനും വലിയ തിരക്കേടില്ല എന്ന് തോന്നി. അങ്ങനെ നമ്മൾ അതിലും സെയിം കളർ വെച്ചിട്ട് ഒരു ഡിസൈൻ കൊടുത്തു. പിന്നെ അതിൽ ഇവർ എഴുതാൻ റൈറ്റിംഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഹാപ്പി ബർത്ത്ഡേ അച്ഛ എന്നായിരുന്നു. അപ്പോൾ അതും നമ്മൾ ഭാഗ്യത്തിന് തെറ്റുകുറ്റങ്ങളൊന്നുമില്ലാതെ നൈസായിട്ടെല്ലാം വന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അതും എഴുതി സെറ്റാക്കി നമ്മൾ മാറ്റി വെച്ചു. പിന്നെ ഉണ്ടായിരുന്നത് നമ്മളുടെ നെക്സ്റ്റ് കേക്ക്, അതായത് നമ്മളുടെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു കേക്ക്. ബാക്കിയൊന്നും ഇഷ്ടമല്ല എന്നല്ല, എന്നാലും കുറച്ചുകൂടി ഒരു ലൈക്കായിട്ടുള്ളൊരു കേക്ക്. അപ്പം ഈ ഒരു കേക്ക് നമ്മൾ എന്ത് ചെയ്തു, അതും താഴെയും അത് ഒരു പ്ലെയിൻ ആയിട്ടായിരുന്നു കിടക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഫോൾഡ് ചെയ്തിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ താഴത്തേലും ഒരു ചെറുതായിട്ടൊരു ഡിസൈന് പോലെ കൊടുത്തു. പിന്നെ നമ്മൾ തലേന്ന് അത് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. തലേന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് അറിയാം, ഈ റൈസ് പേപ്പറില്ലേ, അത് നമ്മൾ ഓരോ ഷേപ്പിലാക്കി കട്ട് ചെയ്തിട്ട് അത് ജസ്റ്റ് വാട്ടറിൽ ഡിപ്പ് ചെയ്തിട്ട് ഓരോ ഷേപ്പിലാക്കിയിട്ട് നമ്മൾ ജസ്റ്റ് എന്താ പറയുക ഡ്രൈ ആവാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം അത് വെച്ച് പിറ്റേന്നാണ് അത് നമ്മൾ എടുക്കുന്നത്. അത് അത്യാവശ്യം നല്ലപോലെ ഈ ഒരു ഷേപ്പിൽ നമ്മൾ വിചാരിച്ച ആ ഒരു ഷേപ്പിൽ സെറ്റായി കിട്ടും. അപ്പോൾ ഈ റൈസ് പേപ്പറിനെ കൊണ്ട് ചെയ്യുന്ന കേക്ക് ഫസ്റ്റ് ടൈം അല്ല നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടില്ല, ചെയ്യും. അപ്പോൾ ഇത് സെക്കൻഡ് ടൈമാണെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ ആ വിചാരിച്ച ഓരോ സംഭവങ്ങൾ, ഓരോ ഷേപ്പിലുള്ള കാര്യങ്ങളും എല്ലാം നമ്മൾ ആ ഒരു സൈഡിലായിട്ട് സെറ്റാക്കി എടുത്തു. സൈഡിൽ ആ കേക്കിൻ്റെ വാളിൻ്റെ അതിൽ സെറ്റാക്കി എടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം പെട്ടെന്ന് കാണുമ്പം വലിയ രസമൊന്നുമില്ല എന്ന് തോന്നും, പക്ഷേ ബാക്കി വഴിയെ കാണാം. പിന്നെ നമ്മൾ ടോപ്പിൽ 2 ഫ്ലവേഴ്സ് വെച്ചു, അതും വൈറ്റ് തന്നെയാണ്. ഇത് ഫുൾ കേക്ക് ഫുൾ വൈറ്റാണ്, വൈറ്റ് ആൻഡ് ഗോൾഡൻ ഒരു ചെറിയൊരു ടച്ചും കൂടെ ഉണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ 2 ഫ്ലവറും വെച്ചു. അതിലൊരു ഫ്ലവർ എന്തോ എനിക്ക് തോന്നി മാറ്റണം എന്നുള്ളത്. അങ്ങനെ പിന്നെ രണ്ടും സെയിം സ്ട്രക്ചറിലുള്ള വൈറ്റ് ഫ്ലവർ തന്നെ വെച്ചു. അങ്ങനെ അതിൽ നമ്മൾ ഒരു പെറ്റൽസിൽ ചെറുതായിട്ട് ഗോൾഡൻ്റെ ഒരു ടച്ച് കൊടുത്തു. പിന്നെ നമ്മൾ വെച്ച റൈസ് പേപ്പറില്ലേ, അതിലും നമ്മൾ ചെറിയൊരു ബോർഡർ പോലെ ഓരോരോ പാർട്ടിലാക്കിയിട്ടും ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഗോൾഡൻ്റെ ഇതിൽ നമ്മൾ ലെമൺ ജ്യൂസ് ജസ്റ്റ് മിക്സ് ആക്കിയിട്ടാണ് ചെയ്യുന്നത്. അല്ലാതെ ചുമ്മാ എടുത്ത് ഡസ്റ്റ് ചെയ്താൽ മേ ബി സെറ്റാകത്തില്ല, അതുകൊണ്ട് അങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ആ ഒരു പാർട്ട് കംപ്ലീറ്റ് ആക്കി എടുക്കുകയാണ്. ഇത് കേക്ക് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് 1.5 kg ബോട്ടം ടോളാക്കി ചെയ്തതാണ്. അതേപോലെ 1/2 kg ടോളാക്കിയിട്ട് തന്നെയാണ് മുകളിലും ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അതുകൊണ്ടാണോ എന്നറിയില്ല, ചെറിയതായിട്ടൊരു സ്ലോപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ റെഫറൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഒരു സിംഗിൾ ടയർ കേക്കിൻ്റെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഡബിൾ ടയറിൽ വരുമ്പോൾ അത് എങ്ങനെയാവും എന്നുള്ളൊരു യാതൊരു ഇതും എനിക്കുണ്ടായിരുന്നില്ല. പിന്നെയുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത് ഫൈനൽ ലുക്ക് അത് ഓക്കെ ആയി കിട്ടണേ എന്നായിരുന്നു. അങ്ങനെ പിന്നെ എൻഗേജ്മെൻ്റ് ഒക്കെ അല്ലേ, അപ്പോൾ കുറച്ച് ലാവിഷ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ കേക്കിൻ്റെ 2 ടോപ്പ് ആൻഡ് ബോട്ടം വാളിൽ ജസ്റ്റ് ഗോൾഡൻ്റെ ഒരു ടച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് ഫ്രിഡ്ജിലേക്ക് കയറ്റി. പിന്നെ എന്നിട്ട് ഓരോന്നായിട്ട് സെറ്റാക്കി എടുക്കാമെന്ന് വിചാരിച്ചു.
അപ്പോൾ 4 ഉണ്ടല്ലോ. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ആനിവേഴ്സറി കേക്ക് എടുത്തു. അതിലവർ പറഞ്ഞൊരു പ്രിൻ്റ്, ചിലമ്പ്, അവരുടെ ഷോപ്പിൻ്റെ നെയിം വരുന്നൊരു പ്രിൻ്റ് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ സെൻറ്ററിലാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ആ ചിലമ്പ് എന്ന് പറയുന്ന ഒരു പ്രിൻ്റിൽ ഉള്ളൊരു കളർ ബേസ്ഡ് ആയിട്ടാണ് ഈ ഒരു കേക്കിൻ്റെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് ബട്ടർഫ്ലൈസ് പിന്നെ ഷുഗർ ബോൾസ് അതേ ഉണ്ടായിരുന്നുള്ളൂ. അത് വെച്ച് നമ്മൾ സെറ്റാക്കി എടുത്തു. ഷോപ്പിൻ്റെ തീമിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പം അവരും പറഞ്ഞു ബഡ്ജറ്റും കുറവാണ്. അങ്ങനെ നമ്മൾ അതിനനുസരിച്ച് സെറ്റാക്കി എടുത്തു. പിന്നെ നമ്മൾ കുട്ടി ക്യൂട്ട് കേക്കിൻ്റെതാണ് കേട്ടോ അടുത്തത് ഡെക്കറേഷൻ വരുന്നത്. ഇതിൽ നമ്മളൊരു ഹാർട്ട് മുകളിൽ വെച്ചു. ദെൻ ഒരു ലാഡർ പോലെ സെറ്റാക്കുകയാണ് ആ വാളിൽ. പിന്നെ അവർ പറഞ്ഞ റൈറ്റിംഗ് അതേ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു കേക്കിൽ. അതുകൊണ്ട് തന്നെ സിമ്പിൾ ആൻഡ് ക്യൂട്ട് കേക്കായിട്ടാണ് തോന്നിയത്. അങ്ങനെ പിന്നെ നമ്മൾ മറ്റേ കേക്കിൻ്റെ ഇതിൽ ചെറിയൊരു പണിയും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലായി ഒരു എൻഗേജ്ഡ് എന്ന് പറയുന്ന ടോപ്പറും കൂടെ ആഡ് ചെയ്തു കേട്ടോ. അപ്പം ഈ ഒരു 4 കേക്കിൻ്റെ ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കേക്ക് ഏതാണെന്ന് കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് ഫൈനൽ ലുക്ക് കേക്കിൻ്റെ വരുന്നത്. പിന്നെ നമ്മൾ ഓരോരോ കേക്കായിട്ട് അവർ കസ്റ്റമർ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇത് ഒരു എൻഗേജ്മെൻറ്റിൻ്റെ ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവർ രാവിലെ വരാമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ കുറച്ച് ലേഗായി അത് ഉച്ചയായി. അങ്ങനെ അവർ വന്ന് പിക്ക് ചെയ്യുകയാണ് കേട്ടോ. വന്ന് പിക്ക് ചെയ്യുകയാണെല്ലാം. ഡെലിവറി ഒന്നും ഉണ്ടായിരുന്നില്ല, എല്ലാം വന്ന് തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ പാക്ക് ചെയ്തു. 2 ടയർ ബോക്സിലാണ് പാക്ക് ചെയ്യുന്നത്. പിന്നെ നമ്മൾ കൊണ്ട് കൊടുത്തു. അങ്ങനെ അവർ പോയി. പിന്നെയുള്ളത് അടുത്ത കസ്റ്റമറായിരുന്നേ. അത് നമ്മളുടെ ആനിവേഴ്സറി ചിലമ്പ് ഫാൻസിയുടെ ആനിവേഴ്സറി കേക്കായിരുന്നു. അപ്പം അതും നമ്മൾ പാക്ക് ചെയ്തു. അവരും വരുവാണെന്ന് പറഞ്ഞു. അവരും പറഞ്ഞ ടൈമിനല്ല കേട്ടോ വന്നത്. അങ്ങനെ അവരും കുറച്ച് ലേക്കായി. അങ്ങനെ അവരും വന്നു കൊണ്ടുപോയി. പിന്നെ ഉണ്ടായിരുന്നത് കുട്ടി കേക്കും അവർ വന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ കേക്കും ഓരോരുത്തരായി 1 by 1 ആയിട്ട് നമ്മൾ പാക്ക് ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുത്തയച്ചു. പിന്നെ ഇനിയുള്ള കസ്റ്റമർ ഒന്ന് ശ്രദ്ധിക്കണം. അത്യാവശ്യം ഒരു 3 ദിവസം മുന്നെങ്കിലും ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാൻ ശ്രമിക്കുക. ഒട്ടും പറ്റാത്തവരൊക്കെ ആണെങ്കിൽ മാത്രം. അതും സിമ്പിൾ ഡിസൈനൊക്കെ ആകുമ്പം നമുക്ക് ഓക്കെയാണ്, സെറ്റാക്കാൻ പറ്റും. പക്ഷേ ഇങ്ങനെ ഒരു എൻഗേജ്മെൻറ്റ് അതേപോലെ വെഡ്ഡിങ് അതിനൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ഡ്രസ്സിൻ്റെ കളറും കാര്യങ്ങളൊക്കെ എന്തായാലും ഉണ്ടാവും. അപ്പം അത് ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യേണ്ട ഒരു ടൈമും കൂടെ വേണം. അപ്പം നമ്മളിപ്പം സിമ്പിളായിട്ടുള്ള കളേഴ്സ് തപ്പി പോകുമ്പോൾ അതവിടെ ഉണ്ടാവണമെന്നില്ല. പിന്നെ നമുക്കത് വരുത്തിക്കണമെങ്കിൽ കുറച്ച് ടൈം വേണം. ഓക്കെ, അപ്പോൾ അതൊന്ന് നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പം ഫൈനൽ ലുക്കാണ് നമ്മൾ അടുത്തത് കാണിക്കുന്നത്. ഒരു വട്ടം കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു കേക്കിൻ്റെത് ഇതിൽ ഉണ്ടായിരിക്കില്ല. അപ്പം ബാക്കി 3 കേക്കും ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ വീഡിയോ ഇവിടെ പോയെന്ന് എനിക്കൊരു പിടിപാടും ഇല്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ കേക്കിൻ്റെ കഥകൾ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായത് ഏതാണെന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യാൻ നമ്പർ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഒന്ന് കയറി ചെക്ക് ചെയ്യുക. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ കമൻറ്റ്, ഷെയർ, ആ ബട്ടണൊക്കെ ഒന്ന് അനക്കിടുക. ഓക്കെ, അപ്പോൾ അടുത്ത കേക്കിൻ്റെ വീഡിയോസായിട്ട് അടുത്ത ഡേ കാണാം. അതുവരേക്കും ബൈ.